വെൽക്കം ടു ലേൺവൈസ് പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മുടെ MH01 ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പേപ്പറിന്റെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ലോസ്, റെഗുലേഷൻസ് ആൻഡ് ലീഗൽ മെഡിസിൻ. അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ പ്രാക്ടീസ് സിസ്റ്റത്തിൽ വരുന്ന ലീഗൽ ഫ്രെയിംവർക്ക്, അതുപോലെ തന്നെ റെഗുലേറ്ററി മെക്കാനിസംസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മളെ ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ്. സോ അതിന്റെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കിയേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. അപ്പൊ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നമ്മുടെ സ്റ്റേറ്റ് പോളിസിക്ക് ഒരുപാട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും എസ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റെഗുലേറ്ററി മെക്കാനിസംസ്, എന്തൊക്കെ ലോസ്, റെഗുലേഷൻസ്, റൂൾസ് തുടങ്ങിയ റെഗുലേറ്ററി മെക്കാനിസംസ് ആണ് നമുക്ക് ഹെൽത്ത് കെയർ ഗവേൺ ചെയ്യുന്നതിലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയും. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ ഹെൽത്ത് കെയർ, ഇന്ത്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഹെൽത്ത് കെയറിന്റെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ലോസ്, നോട്ടിഫിക്കേഷൻ, ഇതിന്റെ ഫോർമുലേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഏതൊക്കെ ലോസ്, റെഗുലേഷൻ, റൂൾസ് കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, കംപ്ലയൻസസ് കാര്യങ്ങൾ പറയും. ദെൻ ലീഗൽ മെഡിസിൻസ് ആൻഡ് സൗണ്ട് മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ്സ് കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ഗ്ലോസറി പോർഷൻ, ദെൻ ആൻസേഴ്സ് കാര്യങ്ങൾ, നമുക്ക് പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ പാകത്തിലുള്ള ആൻസേഴ്സ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്നത്. സോ കമ്മിങ് ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്, നമുക്കിപ്പോ ഉള്ള ഒരു ചേഞ്ചിങ് സെനറി ഓഫ് മെഡിക്കൽ സിസ്റ്റം ആണ് അല്ലെ, അല്ലെങ്കിൽ മെഡിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ ഉള്ളത്. ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മെഡിസിൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അതിൽ നിന്നും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരുപാട് ലീഗൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരുപാട് ലോസ്, റൂൾസ്, റെഗുലേഷൻസ് കാര്യങ്ങൾ ഗവേൺ ചെയ്യുന്ന ഒരു മെഡിക്കൽ സിസ്റ്റത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചേഞ്ചില് ഒരുപാട് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെ ഒരു ലീഗൽ കൺസ്ട്രെയിൻസ് കൊണ്ടുവരാനായിട്ട് കാര്യമായത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പബ്ലിക് അവയർനെസ്. നമുക്കറിയാം അല്ലെ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പബ്ലിക് റൈറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ പേഷ്യന്റ് റൈറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പൊ ഫിസീഷ്യൻസിന്റെ ആറ്റിറ്റ്യൂഡ്സ് ശരിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് പോലത്തെ ഇഷ്യൂസ് വന്നു. സോ നമുക്കറിയാം എന്താണ് നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള കാര്യം. നമ്മൾ എപ്പോഴും അവെയർ ആണ്. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ബെറ്റർ അവെയർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. സോ ഇങ്ങനെ വന്നപ്പോൾ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂൾസ്, ലോസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ അവിടെ വന്നു. ദെൻ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ്, നമ്മുടെ എക്കണോമിക് സെനേറിയോ, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ദെൻ മെഡിക്കൽ ടെക്നോളജിയിൽ ഒരുപാട് അഡ്വാൻസസ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അല്ലെ. സോ ഇതെല്ലാം റീസൺ ആയി മാറിയിട്ടുണ്ട്. ദെൻ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ്, ഇപ്പൊ ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. സോ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കെയർ. ഇപ്പൊ നമുക്ക് കാണാം എന്തെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും അതിന്റെ താഴെ ഇതേ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സോ ഇതാണ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദെൻ ലീഗൽ ലിറ്റിഗേഷൻസ്, നമുക്ക് ഒരുപാട് ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫൈൽഡ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആൻഡ് അതർ കോർട്ട്. സോ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ലോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതിലേക്ക് ഇതും നയിക്കാൻ ഒരു കാരണം ആയി മാറി. ദെൻ നീഡ് ഫോർ ലീഗൽ നോളജ്, നമുക്ക് എന്തിനാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ ലോ കാര്യങ്ങൾ വേണ്ടത്? നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ, ഈ റിലേറ്റഡ് ടു മെഡിക്കൽ പ്രാക്ടീസ് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ എല്ലാ ഫങ്ഷൻസിലും എന്ത് വേണം? വി ഷുഡ് എൻഷുർ ദ ആപ്ലിക്കബിലിറ്റി ഓഫ് ലോ. നിയമം അവിടെ എന്തായിരിക്കണം? ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നുള്ളത് എൻഷുർ ചെയ്യണം. ദെൻ കംപ്ലയൻസസ് കാര്യം, ഇപ്പൊ റെഗുലേറ്ററി അതോറിറ്റീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് ഒരുപാടുണ്ട്. ഇവരെ കംപ്ലയൻസസ് എല്ലാരും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് എൻഷുർ ചെയ്യുക. ദെൻ ലോസ്യൂട്ട്സ് കാര്യങ്ങൾ, ഇപ്പൊ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയുള്ള ലോസ്യൂട്ട്സ് കാര്യങ്ങളെല്ലാം മിനിമൈസ് ചെയ്യാൻ ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
ഡിഡ് യു നോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നോക്കിയേ. അവിടെ പറയുന്നത് നമുക്കൊരു 2000 BC അതിന് മുന്നേ നമുക്ക് കുറച്ച് ഹെൽത്ത് പ്രാക്ടീസസ് ഗവേണിംഗ് ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ ആർ ക്രിയേറ്റഡ് ബൈ എ ഗ്രേറ്റ് കിങ് ഓഫ് ബാബ്ലയോൺ, ഹമുറാബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ ആ ഒരു ലോസ് ആയിരുന്നു നമ്മൾ ആ ഒരു പീരീഡിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഫാക്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹെൽത്ത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ സെനറിയിലേക്ക് വരുവാണ്. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആസ് വി നോ നമ്മൾ November 26, 1949 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അഥവാ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റെല്ലാ ലോസ്, റെഗുലേഷൻ, റൂൾസ് എല്ലാത്തിന്റെയും സുപ്രീം ലോ ആയിട്ട് വരുന്നത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഓരോ ഏരിയാസ് പഠിക്കുമ്പോൾ അവിടെ എല്ലാം ഓരോ ആക്ട്, ലോ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ഹയസ്റ്റ് ലോ എന്ന് പറയുന്ന, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അറിയാം അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പ്രിയാമ്പിള് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ മെയിൻ ആയിട്ട് നമ്മള് കുറച്ച് ഇഷ്യൂസ് പ്രിയാമ്പിൾ റിസോൾവ് ടു സെക്യൂർ, നമുക്ക് കുറച്ച് റൈറ്റ്സ് സെക്യൂർ ചെയ്യാന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ പ്രിയാമ്പിൾ റിസോൾവ് ടു സെക്യൂർ 4 കാര്യങ്ങളാണ് മെയിൻലി എംഫസൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറയും. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് നമ്മൾ അവിടെ സെക്യൂർ ചെയ്യുന്നത്. ദെൻ ലിബർട്ടി. ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം. നമുക്ക് നമ്മുടെ തോട്ട്, എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബിലീഫ്, വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. ദെൻ ഇക്വാലിറ്റി, സമത്വം, നമുക്കൊരു ഈക്വൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക, ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല, അതാണ് ഇക്വാലിറ്റിയിൽ വരുന്നത്. ആൻഡ് ഫ്രാറ്റേണിറ്റി, സാഹോദര്യം, ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റിനോട് കൂടി ജീവിക്കാനുള്ള ഒരവകാശവും നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ദെൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഈക്വാലിറ്റി ബിഫോർ ലോ, എല്ലാരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരായിരിക്കും, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളാണുള്ളത്, അവിടെയും ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഒരു ഈക്വാലിറ്റി എന്നുള്ളതാണ് അവിടെ വരുന്നത്. ദെൻ ഫ്രീഡം ആൻഡ് ലിബർട്ടി, നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ദെൻ ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഉണ്ട്, ആൻഡ് ഫ്രീഡം ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഉണ്ട്. പക്ഷെ ഈ ഒരു ഫ്രീഡം പറയുമ്പോൾ അത് ഓവർ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ പറയുന്നത് എന്തൊക്കെ ഫ്രീഡം ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് എന്താണ് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിനെ നശിപ്പിക്കാൻ പാടില്ല എന്ന് കൂടി പറയും അല്ലെ. സോ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അത് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മുടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഫോഴ്സ് ലേബർ അല്ലെങ്കിൽ ചൈൽഡ് ലേബർ പോലത്തെ എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള റൈറ്റ് കാര്യങ്ങളുണ്ട്. ദെൻ ഫ്രീഡം ഓഫ് റിലീജിയൻ, നമ്മൾക്ക് വിശ്വാസമുള്ള റിലീജിയൻ പ്രൊഫസ് ചെയ്യാനും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ദെൻ റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ, ദെൻ നമുക്ക് എന്താണ്, നമുക്ക് ഇഷ്ടം ഈ പറയുന്ന ഈ റൈറ്റ് മെയിൻലി മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആസ് വി നോ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കൾച്ചർ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്. സോ എല്ലാ കൾച്ചർ ആൻഡ് എല്ലാ കൾച്ചറിലുള്ള ആൾക്കാർക്കും എന്താണ് വേണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം തരിക എന്നുള്ളതാണ് ഈ റൈറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രീച്ച് കാര്യങ്ങൾ ഉണ്ടായാൽ വി ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനേ ചെയ്തു എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റ് കൂടി പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഒരുപാട് പോളിസീസ് ഫ്രെയിം ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട് ഈ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് കാര്യങ്ങളാണ് എന്താന്ന് പറയുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ നേഷനെ തന്നെയാണ്. സോ അത് ഗൈഡ് ലൈൻസ് ആണ്. ഗൈഡ് ലൈൻസ് ഫോർ ദ സ്റ്റേറ്റ് ടു ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. ഇപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇക്വാലിറ്റി, ദെൻ സോഷ്യൽ ജസ്റ്റിസ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യണം? കുറച്ച് പോളിസീസും വെൽഫെയർ സ്കീംസ് കാര്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്.
ഫസ്റ്റ് വൺ സോഷ്യൽ ഓർഡർ ആൻഡ് പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് പീപ്പിൾ. അതായത് നമുക്കൊരു സോഷ്യൽ ഓർഡർ എൻഷുർ ചെയ്യുക, ദെൻ ആൾക്കാരുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. ദെൻ ലിവ്ലിഹുഡ് സെക്യൂർ ചെയ്യുക, അതേപോലെ തന്നെ സെക്യൂറിങ് റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ പ്രൊവൈഡിങ് ഹ്യൂമൻ കണ്ടീഷൻസ് അറ്റ് വർക്ക് പ്ലേസ്, നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ പ്രോപ്പർ ആയിട്ടുള്ള സേഫ് കണ്ടീഷൻസ് കാര്യങ്ങൾ തരിക. ദെൻ റേസിംഗ് ന്യൂട്രീഷൻ ലെവൽസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ, നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാംസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് നമ്മുടെ രാജ്യത്ത് പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ്സ് കാര്യങ്ങളുണ്ട് കുറച്ച്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനോട് ആസ് എ സിറ്റിസൺ നമുക്ക് എന്തുണ്ട്, നമുക്ക് കുറച്ച് ഡ്യൂട്ടീസും ഉണ്ട് അല്ലെ. നമുക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലെ നമ്മുടെ രാജ്യത്തില്. സോ അതെന്തൊക്കെയാന്ന് നോക്കി, കമ്മിറ്റ്മെന്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം, അതിന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ദെൻ ഹാർമണി ആൻഡ് യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്, എല്ലാരോടും കൂടി ഒത്തൊരുമിച്ച് ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാന്നുള്ളതാണ്. ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കൾച്ചറൽ ഇവന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു റെസ്പെക്റ്റോട് കൂടി കാണുക എന്നുള്ളതാണ്. ദെൻ ഫോസ്റ്ററിങ് ഇന്റഗ്രിറ്റി, ഡിഫെൻഡിങ് നേഷൻസ് ഇൻട്രസ്റ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓൾസോ ഡിഫെൻഡ് ദ നേഷൻസ് ഇൻട്രസ്റ്റ്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ എന്താണ് ഡ്യൂട്ടി ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. എന്റെ ഡ്യൂട്ടി ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാന്നുള്ളത്. ദെൻ കമ്മിങ് ടു അവർ ഫെഡറൽ സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിലാണ് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പവർ ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. നമുക്ക് മെയിൻ ആയിട്ട് പവർ സ്റ്റേറ്റിനും അതേപോലെ സെൻട്രലിനും നമുക്കറിയാം അല്ലെ. നമുക്ക് സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. ഇന്ത്യയിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതേപോലെ ഓരോ സ്റ്റേറ്റ്സിലും ഇപ്പൊ കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. സോ ഈ രണ്ട് ഇതിലായിട്ടാണ് നമ്മൾ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വി ഹാവ് 3 ലിസ്റ്റ്, പവേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന 3 ലിസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ സെൻട്രൽ ലിസ്റ്റ്, സെൻട്രലിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നത് പോർട്ട് ക്വാറന്റൈൻ റിലേറ്റഡ് ടു ഹെൽത്ത് ആണ് പറയുന്നത്. പോർട്ട് ക്വാറന്റൈൻസ്, ദെൻ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ദെൻ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ്, ഇതെല്ലാം റിലേറ്റഡ് ടു ഹെൽത്ത് നമ്മുടെ സെൻട്രലിന്റെ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ നമുക്കിവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കാര്യങ്ങളുണ്ട് അല്ലെ, അതാരാ റൺ ചെയ്യുന്നത്, നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ. ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഇത് റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ സാനിറ്റൈസേഷൻ, ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറീസ്, ഇതെല്ലാം ആരുടെ അണ്ടറിൽ വരുന്നതാണ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ്. Then we have our concurrent list. ഇവിടെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിങ്, ഡ്രഗ്സ്, അതേപോലെ മെഡിക്കൽ പ്രൊഫഷൻ തുടങ്ങിയ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇതാണ് 3 ലിസ്റ്റും അവരണ്ടറിൽ വരുന്ന പവേഴ്സ് കാര്യങ്ങളുമാണ് പറഞ്ഞത്. ദെൻ നമുക്കറിയാം നമ്മുടെ പവേഴ്സ് നമുക്ക് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആണെങ്കിലും നമുക്ക് 3 ടയേഴ്സ് ഓഫ് ഗവേണൻസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയും. സെക്കൻഡ് വൺ ഇസ് അവർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ദെൻ തേർഡ് വൺ ഇസ് ലോക്കൽ ഗവൺമെന്റ്. സോ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഇസ് ഹെഡഡ് ബൈ പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ. പിന്നെ കുറച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും, നമ്മൾ എലക്ട് ചെയ്തതുണ്ടാവും, നോമിനേറ്റ് ചെയ്തതുണ്ടാവും. ഇവരായിരിക്കും പോളിസീസ് കാര്യങ്ങളെല്ലാം അവിടെ ഫ്രെയിം ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ സ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ട്, ഗവർണർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, അതിന്റെ താഴെ ഒരുപാട് മിനിസ്റ്റേഴ്സ് വേറെ ഉണ്ട്. സോ ഇവരായിരിക്കും സ്പെഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങളിലൊക്കെ ഇവർക്കായിരിക്കും പവേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവുന്നത്. റിലേറ്റഡ് ടു സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ അണ്ടറിലായിരിക്കും വരുന്നത്. ദെൻ വി ഹാവ് ലോക്കൽ ഗവൺമെന്റ്. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കോർപ്പറേഷൻസ്, ദെൻ മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്, 3ആയിട്ടാണ് നമ്മുടെ ലോക്കൽ ഗവൺമെന്റിനെ തിരിച്ചിരിക്കുന്നത്. സോ ഇത്ര കോർപ്പറേഷൻ ഉണ്ട്, ഇത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, ദെൻ ഇത്ര പഞ്ചായത്ത് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. സോ ഇവരും എന്താണ് ലോക്കൽ ഗവേണൻസ് അല്ലെ, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെയറിംഗ് ഓഫ് പവർ ആണ് അല്ലെ. അവര് ലോക്കൽ ഗവേണൻസ് അവർ ഏരിയയിലെ കാര്യങ്ങളൊക്കെ അവരായിരിക്കും. ദെൻ വി ഹാവ് 3 സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നമ്മുടെ പവേഴ്സിനെ ഒരാളുടെ തന്നെ എല്ലാ പവറും കൊടുത്ത് എങ്ങനെ ഉണ്ടാവും, മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ട് സിസ്റ്റം വർക്ക് ചെയ്യും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 സെപ്പറേറ്റ് പവേഴ്സ് ആയിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ലെജിസ്ലേറ്റ്, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റും അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേഷൻസും അവരായിരിക്കും നിയമമൊക്കെ ഉണ്ടാക്കുന്നത്, മേക്ക് ലോസ്. ദെൻ എക്സിക്യൂട്ടീവ്, നമ്മുടെ രാജ്യസഭയൊക്കെ എക്സിക്യൂട്ടീവ് ആണ്, അവരായിരിക്കും ലോസ് ഇംപ്ലിമെന്റ് ചെയ്ത് ഗവൺമെന്റ് കാര്യങ്ങൾ
റൺ ചെയ്യുന്നത്. ദെൻ ജുഡീഷ്യറി, ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ദ ഇന്റർപ്രറ്റ് ലോ ആൻഡ് എൻഷുർ ബൈ എ കോർട്ട്. നമ്മുടെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ജുഡീഷ്യറിയിൽ ആയി. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്ടീവ് ഫോർ ഹെൽത്ത് കെയർ. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയറിലേക്ക് വരുവാണ് ജനറൽ കാര്യം നിർത്തിയിട്ട്. സോ റൈറ്റ് ടു ഹെൽത്ത്, നമ്മുടെ ആർട്ടിക്കിൾ 21 നമ്മൾ റൈറ്റ് ടു ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. അതിനൊരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നതിന്. പക്ഷെ നമ്മൾ ആർട്ടിക്കിൾ 21 ഉള്ളിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇതിന്റെ ഉള്ളിലാണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന, അതിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് വരുന്നത്, റൈറ്റ് ടു ഹെൽത്ത് വരുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റിന്റെയും ഡ്യൂട്ടിയാണ് പബ്ലിക്കിന് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാന്ന് ഉള്ളത്. ഇനി സ്റ്റേറ്റ്സ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ റൈറ്റ് ടു ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ മെഡിക്കൽ സർവീസസിനേക്കുള്ള ആക്സസ്, ദെൻ ഹൈജീൻ സറൗണ്ടിങ്, ഫുഡ്, ഹൗസിംഗ്, സാനിറ്റേഷൻ, ക്ലീൻ എൻവയോൺമെന്റ്, ഇതെല്ലാം ഹെൽത്ത് എന്ന് പറയുന്ന അണ്ടറിൽ പെടുന്നതാണ്. സോ അത് സ്റ്റേറ്റിന്റെ സബ്ജക്റ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ആണ്. ദെൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണ് നമുക്കുള്ളത് നോക്കാം. സോ ആർട്ടിക്കിൾ 14 ആണ് ആദ്യം വരുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി പോലെയാണ്. എൻഷുവേഴ്സ് എവറി ഇൻഡിവിജ്വൽ ആർ ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. നമ്മുടെ റൈറ്റ് ഓഫ് ഇക്വാലിറ്റി അല്ലെങ്കിൽ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ് അവിടെ വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 21 നമ്മുടെ ലൈഫ് ആൻഡ് ലിബർട്ടി, അതേപോലെ തന്നെ ഇതിന്റെ അണ്ടറിലാണ് നമ്മുടെ ഹെൽത്ത് വരുന്നത്, റൈറ്റ് ടു ഹെൽത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ ആർട്ടിക്കിൾ 23 വരുന്നുണ്ട് വിത്ത് പ്രൊഹിബിറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതേപോലെ തന്നെ ഫോഴ്സ് ലേബർ കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക. അത് ആർട്ടിക്കിൾ 23 വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ, ഹസാഡിയസ് എൻവയോൺമെന്റിലുള്ള ചൈൽഡ് ലേബർ കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുക, അതേപോലെ വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. Then Article 38 വരുന്നത് impose liability on state to secure a social order for the promotion of welfare of people. അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യുക, ഒരു സോഷ്യൽ ഓർഡർ സെക്യൂർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ആൾക്കാരുടെ ഒരു വെൽഫെയർ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ എന്തില്ലെങ്കിൽ അത് നടക്കില്ല. പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇമ്പോസ് ചെയ്യാനായിട്ട് കഴിയില്ല. Then Article 39 related to health and strength of workers ആണ്. ഈവൻ മെൻ, വിമൺ, അങ്ങനത്തെ ഒരു വർക്കേഴ്സ് അവരുടെ സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ അബ്യൂസ് ചെയ്യപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ദ ടെൻഡർ ഏജ് ഓഫ് ചിൽഡ്രൻ കാര്യങ്ങളൊന്നും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. ദെൻ ആർട്ടിക്കിൾ 41 ഇവിടെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പബ്ലിക് അസിസ്റ്റൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ 51A(k), അതായത് 6 to 14 ഇയേഴ്സിലുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ഫണ്ടമെന്റൽ റൈറ്റിൽ ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ആർട്ടിക്കിൾ 21 അവിടെ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, റൈറ്റ് ടു ഹെൽത്ത് വരുന്നത്. ഇപ്പൊ നമുക്കത് ക്ലിയർ ആണ് അല്ലെ. ദെൻ ഫോർമുലേഷൻ ഓഫ് ലോസ് ആൻഡ് നോട്ടിഫിക്കേഷൻ. സോ എന്താണ് ലോ? നമുക്കറിയാം നമ്മുടെ നിയമമാണ് അല്ലെ. ആർട്ടിക്കിൾ 13 ലോയിന്റെ ഡെഫിനിഷൻസ് കാര്യങ്ങൾ വരുന്നത്. സോ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് എനി ഓർഡിനൻസ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ബൈ ലോ അല്ലെങ്കിൽ റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, കസ്റ്റംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെടുന്ന ഒന്നാണ് ലോ. നമ്മുടെ നിയമം നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. സോ നിയമം അങ്ങനെ വെറുതെ കൊണ്ടുവരുമോ? ഇപ്പൊ ഇന്നൊരു നിയമം വന്നു പറഞ്ഞാൽ ഇന്ന് പറഞ്ഞു നാളെ വരുമോ? ഇല്ല അല്ലെ. അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അല്ലെ. നമ്മൾ ആദ്യം അതിനൊരു പ്രപ്പോസൽ വെക്കും. ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ മെമ്പറോ ഒരു പ്രപ്പോസൽ വെക്കുവാണ് ഇങ്ങനെ ഒരു ലോയിന്. ദെൻ അതൊരു ബില്ലായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യും. അത് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് പാസ്സായാൽ മാത്രമേ എന്തുള്ളൂ, അത് നിയമമായിട്ട് വരൂ. സോ ഒരിക്കലും ഈ പറയുന്ന ഗവൺമെന്റിനോ പ്രൈവറ്റ് മെമ്പറിനോ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇതിന് ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാതെ പെട്ടെന്നൊരു നിയമമായിട്ട് കൊണ്ടുവരാനും മറ്റും കഴിയില്ല. ദെൻ ബിൽ ഫോർമുലേഷൻ കമ്പോണൻസ്. ഇപ്പൊ ഒരു ബില്ലിന് ഒരുപാട് കമ്പോണൻസ് കാര്യങ്ങളുണ്ട്. ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രിയാമ്പിൾ വേണം. ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ചിലപ്പോൾ ഒരു ഷോർട്ട് ആയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ടൈറ്റിൽ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്രിയാമ്പിള്. ദെൻ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ആപ്ലിക്കബിലിറ്റി, എവിടേക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം, എപ്പോഴാണ് വിച്ച് ഇറ്റ് കെയിം ഇൻ ടു ഫേഴ്സ്, ആ ഒരു ഡേറ്റ് കാര്യങ്ങൾ. ദെൻ അതിന്റെ ഓപ്പറേഷണൽ സെക്ഷൻസ് കാര്യങ്ങൾ.
ദെൻ എക്സെപ്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ അതിന്റെ ഓവർ റൈഡിങ് എഫക്ട്സിന്റെ കാര്യങ്ങളുടെ പ്രൊവിഷൻസ്, പെനാൽറ്റി ക്ലോസസ് വരുന്നുണ്ട്. ദെൻ ഫങ്ഷൻസ് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് കാര്യങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് സേവിങ് ക്ലോസസ് കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഒരു ബില്ല് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിനി പല തരത്തിലുള്ള ബിൽസ് ഉണ്ട്. ഇപ്പൊ ബില്ലിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ബിൽ, അതേപോലെ തന്നെ പ്രൈവറ്റ് മെമ്പർ ബിൽ, കൺസോൾട്ടേറ്റിംഗ് ബിൽ, എക്സ്പയറിംഗ് ലോ, ദെൻ റിപ്പീലിംഗ് ബിൽ, ബിൽസ് ടു റീപ്ലേസ് ഓർഡിനൻസ്, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ, മണി ബിൽ, ഇങ്ങനെ പല രീതിയിലാണ് ബിൽസ് വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽസിനെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഗവൺമെന്റ് ബിൽ. ഗവൺമെന്റ് ബിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്യാബിനറ്റ് അല്ലെങ്കിൽ മിനിസ്റ്റർ കാര്യങ്ങളായിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ദെൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ അറ്റോർണി ജനറൽ ആയിരിക്കും ഈ ഒരു ബില്ലിനെ എക്സാമിൻ ചെയ്യുന്നത്. അപ്പൊ മിനിസ്ട്രിയിൽ തന്നെ ഈ ബിൽസ് കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഡ്രാഫ്റ്റ്മാൻസ് കാര്യങ്ങൾ ഉണ്ടാവും. ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുമ്പ് ക്യാബിനറ്റിന്റെ ക്ലിയറൻസ് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ ഇസ് പ്രൈവറ്റ് മെമ്പർ ബിൽ. പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം പി എന്ന് പറയുന്നത് മിനിസ്റ്റർ അല്ലല്ലോ അല്ലെ, എം പി ആയിരിക്കും ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ടേക്കൺ അപ്പ് ഓൺലി ഓൺ എ ഫിക്സഡ് ഡേയ്സ്. ഇതിന് ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അത് എല്ലാ ദിവസവും നമുക്ക് പാസ്സാക്കുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഫിക്സഡ് ഡേയ്സ് ഉണ്ട് ഇവർക്ക് അത് കൊടുക്കാനുള്ളത്. ദെൻ മെമ്പർ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യണം, വേറെ അസിസ്റ്റൻസ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ടൈം അലോക്കേഷന്റെ ഒരു ലിമിറ്റേഷൻ അവിടെ വരുന്നത്. ദെൻ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബില്ലിൽ വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബില്ലാട്ടോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഒരുപാട് ലോസ് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലാണ് നമ്മൾ അമെന്റ്മെന്റ് ബിൽസ് കൊണ്ടുവരുന്നത്. നമ്മൾ അതിനെ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അമെന്റ്മെന്റ് ബിൽസ് പാസ് ആവണമെങ്കിൽ നമുക്ക് 2/3 മെജോറിറ്റി അതിന് ഫേവർ ആയിട്ട് വോട്ട് ചെയ്തിരിക്കണം. അതായത് 75% വോട്ട് ചെയ്തിരിക്കണം. ഇനി ചില ബിൽസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ബിൽസിന് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻസും എന്ത് ചെയ്തിരിക്കണം, റാക്ടിഫൈ ചെയ്തിരിക്കണം. സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് ഇല്ല, ഇപ്പൊ കേരള, തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റ് ലെജിസ്ലേഷൻസിന്റെ പകുതി സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് എങ്കിലും ഈ ബില്ലിനെ റാക്ടിഫൈ ചെയ്തിരിക്കണം. ദെൻ നോ ജോയിന്റ് സിറ്റിംഗ് പെർമിറ്റഡ് ഇൻ കേസ് ഓഫ് ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ ഹൗസസ്. അതായത് നമ്മുടെ രാജ്യസഭ ലോക്സഭ ഹൗസസ് തമ്മിലുള്ള ഡിസഗ്രിമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ജോയിന്റ് സിറ്റിംഗ് കാര്യങ്ങൾ പെർമിറ്റഡ് അല്ല. നെക്സ്റ്റ് വൺ ഇസ് മണി ബിൽ. അത് ടാക്സ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ബിൽസ് ആണ് മണി ബിൽസ് എന്ന് പറയുന്നത്. ലോകസഭയിൽ മാത്രമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് രാജ്യസഭയ്ക്ക് എന്താണ് അമെന്റ്മെന്റ്സ് വേണമെങ്കിൽ പറയാം, പക്ഷെ അതായത് നോട്ട് ബൈൻഡിങ് ബൈ ലോ ആണ്, വേണമെങ്കിൽ എടുക്കുക, അല്ലാണ്ട് അവർക്ക് ആ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് സ്പീക്കറുടെ സർട്ടിഫിക്കേഷൻ ആയിരിക്കും അവിടെ ഫൈനലായിട്ട് വരുന്നത്. കോർട്ടില് നമുക്ക് ചലഞ്ച് ചെയ്യാനും ഇത് ബിൽസ് കഴിയും. എങ്ങനെയാണ് ഒരു ബില്ല് പാർലമെന്റിൽ കൂടെ പാസ്സായി വരുന്നത് നോക്കിയേ. ആദ്യം അതിന്റെ ഫസ്റ്റ് റീഡിംഗ് വരും. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ബില്ല് നമ്മൾ ടേബിളിൽ വെക്കുവാണ്. അതായത് അതാണ് ആ ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സെക്കൻഡ് റീഡിംഗ് ആണ്. അതായത് ആ ബിൽസിനെ കുറിച്ചുള്ള അതിന്റെ ജനറൽ പ്രിൻസിപ്പൽ ക്ലോസസ് കുറിച്ചുള്ള ഡിബേറ്റ്സും എക്സാമിനേഷൻസും എല്ലാം കാര്യങ്ങളായിരിക്കും. അത് എല്ലാരും കൂടി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും മറ്റുമൊക്കെ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ന്യൂസിലൊക്കെ. ദെൻ കമ്മിറ്റഡ് സ്റ്റേജ് ആണ്. അതായത് ഒരു ജോയിന്റ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സെലക്ഷൻ നടത്തുവാണ് ഫോർ തെറോ എക്സാമിനേഷൻ ഓഫ് ദിസ് ബിൽ. ദെൻ തേർഡ് റീഡിംഗ്, അവിടെ വോട്ടിങ്ങിന് വിടുവാണ്. മെജോറിറ്റി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ല് പാസ്സായതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ അതർ ഹൗസസിലേക്ക് അതിനെ കൊടുക്കുകയാണ് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് നമുക്ക് പ്രസിഡൻഷ്യൽ അസെന്റ് വേണം. അതായത് നമുക്കിത് പ്രസിഡന്റിന് അയക്കാം. പ്രസിഡന്റ് അയക്കുമ്പോൾ പ്രസിഡന്റ് ഒന്നെങ്കിൽ ഇതിന് അസെന്റ് കൊടുക്കാം, ഓക്കെ പറയാം, ഇല്ലെങ്കിൽ ഇതിന് റിട്ടേൺ ചെയ്യാം ഫോർ ദ റിവ്യൂ പ്രോസസ്. ആൻഡ് ഇനി അക്സെപ്റ്റ് ചെയ്താൽ ഇറ്റ് ബിക്കം ഫോർ എ നോട്ടിഫിക്കേഷൻ. ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. നോക്കിയപ്പോ എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു, ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നു, പാർലമെന്റിൽ പല റീഡിങ്സ് കാര്യങ്ങൾ കഴിയുന്നു, പ്രസിഡൻഷ്യൽ ആക്സെന്റ് വരുന്നു, ദെൻ നോട്ടിഫൈഡ് ആക്ട് ആക്കി മാറും. ക്ലിയർ അല്ലേ? ബില്ല് പാസ്സാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പലതരത്തിലുള്ള ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ ബിൽസിൽ നമ്മൾ മണി ബില്ല്, അമെന്റ്മെന്റ് ബിൽസ് ഒക്കെ പറഞ്ഞിരുന്നു. ദെൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഇന്ത്യയിലുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഒരുപാട് പ്രൊവിഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ഹെൽത്ത് വരുന്നത് ഏതിലായിരുന്നു, നമ്മുടെ ആർട്ടിക്കിൾ 21 14 പറഞ്ഞു, 23 പറഞ്ഞു, 24, 38 ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. ദെൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇതിന്റെ ബാക്കി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.